ജതിൻ, നമ്മൾ രാജ്യത്തെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങളിൽ വളരെ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള മതരാഷ്ട്രവാദം ഉന്നയിക്കപ്പെടുമ്പോൾ രാജ്യത്തെ പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക്, വിശേഷിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിധിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള, അതിനോട് ചേർന്ന് പോകുന്ന നിലയിലുള്ള ഭരണകൂടത്തിൻ്റെ സമീപനങ്ങളുമെല്ലാം രാജ്യത്ത് ഭരണഘടനയുടെയും ഭരണഘടനാ സംരക്ഷണത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളികളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത് രാജ്യത്തെ പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ ക്രീമി ലെയർ നടപ്പിലാക്കണമെന്നും നിലവിൽ ഭരണഘടനാദത്തമായി അനുഭവിച്ചു വരുന്ന പട്ടിക വിഭാഗക്കാരുടെ സംവരണത്തിൽ ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുത്തണമെന്നും ഉപവർഗീകരണം നടത്തണമെന്നും ഉള്ള വിധിയാണ് സുപ്രീം കോടതിയുടെ DY ചന്ദ്രചൂഡിന്റെ അടങ്ങുന്ന 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ 7-അംഗ സുപ്രീം കോടതിയിലെ ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത്. തീർച്ചയായും ബഹുജൻ സമാജ് പാർട്ടി ഈ വിഷയത്തിൽ അതിന്റെ നിലപാട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ ബഹൻ മായാവതിജി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തയെ തകർക്കുന്നതും രാജ്യത്തെ പട്ടിക വിഭാഗങ്ങൾ 7 പതിറ്റാണ്ടിലധികമായി അനുഭവിച്ചു വരുന്ന ഭരണഘടനാദത്തമായ സംവരണത്തെ അട്ടിമറിക്കുന്നതും പട്ടിക വിഭാഗങ്ങൾക്കാർക്കിടയിൽ ജാതീയമായ ഡിവിഷൻ ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അതുകൊണ്ട് സുപ്രീം കോടതി ഇതിൽ നിന്ന് പിന്തിരിയണമെന്നും ഈ വിധി റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ മുന്നോട്ട് വന്നത്. ഈ വിഷയം വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഭാഗങ്ങൾക്കിടയിൽ ഇത് സംബന്ധമായ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്, ഏത് നിലയിലുള്ള വെല്ലുവിളിയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള സംഗതികൾ അത് വിശദീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ നിലയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ക്യാമ്പയിൻ കേരളത്തിലെ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ചെറുതും വലുതുമായ പ്രതിഷേധ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുവാൻ ഇന്നലെ 5-ാം തീയതി ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനത്ത് ചേർന്ന യോഗം തീരുമാനിക്കുകയുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനാധിപത്യവാദികളും മനുഷ്യാവകാശവാദികളും വിശിഷ്യ പട്ടിക വിഭാഗ പിന്നോക്ക സമൂഹങ്ങളുമെല്ലാം ബഹുജൻ സമാജ് പാർട്ടിയുടെ ഈ നിലയിലുള്ള പ്രതിഷേധ ക്യാമ്പയിൻ വിജയിപ്പിക്കുവാൻ മുന്നോട്ട് വരണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.